ഹായ്. എസ് എൻ സ്വാമി സംവിധാനം ചെയ്ത സീക്രട്ട് എന്ന മൂവിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമ 2024 ഇറങ്ങിയ ഒരു മൂവിയാണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ മൂവിയാണ്. ഇതിൽ പറഞ്ഞ പോലെ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്, പിന്നെ കലേഷ് രാമനാഥ് ഉണ്ട്, അപർണയുണ്ട്, രഞ്ജി പണിക്കർ ഉണ്ട്, പിന്നെ അതുപോലെ മണിക്കുട്ടൻ, രഞ്ജിത്ത് സാർ, ഇവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സിനിമ ഭയങ്കര സീക്രട്ടബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഈ സിനിമയുടെ പേര് പറഞ്ഞ പോലെ തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഭയങ്കര സീക്രട്ടും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു മൂവിയാണ്. അത് നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും എന്തോരം സീക്രട്ട് സിനിമയിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സിനിമയുടെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു കല്യാണത്തിന് പോവുകയാണ്. അതും തമിഴ്നാട്ടില് ഏതൊരു സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ കല്യാണത്തിന് പോകുന്നു. അവിടുത്തെ കല്യാണ പരിപാടിയൊക്കെ നടന്ന് ഇങ്ങനെ കഴിയുന്ന സമയത്ത് ഇവര് ഒരു നാഡി ജോത്സ്യനെ കാണും. നാഡി ജോത്സ്യനെ കണ്ടിട്ട് നാഡി ജോത്സ്യൻ പറയാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനോട്, തനിക്ക് കല്യാണം കഴിക്കാനുള്ള യോഗമില്ല. അപ്പോ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെയും നാഡി ജോത്സ്യൻ നോക്കുമ്പോൾ പറയും ആ പെൺകുട്ടി ആയുസ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പേടിപ്പിക്കും. അപ്പോൾ ഈ സിനിമ തുടക്കം മുതൽ തന്നെ പേടിയാണ്. അതായത് നായകന് പേടി, നായകന്റെ കൂട്ടുകാർക്ക് പേടി. എന്നിട്ട് ഇവര് പേടിച്ച് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നായകന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് വീണ്ടും പീഡിപ്പിക്കുന്നു. അങ്ങനെ കുറെ പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു പേടിപ്പടമാണ് സീക്രട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഇതൊക്കെ കേട്ട് നായകൻ തിരിച്ച് നാട്ടിലോട്ട് വന്ന് ഭയങ്കര ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ആവുന്നു. അപ്പൊ ഈ നായിക ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ നായികയുടെ കഥാപാത്രം പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ. നായിക ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മൂവിയാണ് ഇതിൽ. ഈ നായകനെ കാണിക്കുന്ന ഫസ്റ്റ് ഒരു സീനും ഉണ്ട്, അതേപോലെ ഒരു പാട്ടാണ് കേട്ടോ. അപ്പൊ ഈ പാട്ട് വേറെ വഴിക്കും, അതേപോലെ ലിപ്പ് വേറെ വഴിക്കും. ഇവള് അതായത് നായിക കഥാപാത്രം നോക്കുന്നത് വേറെ ഏതൊരു ദിശയിലോട്ടോ അങ്ങനെ എന്തൊക്കെയോ ഒരു പടം എന്തൊക്കെയൊക്കെയാണ് ഈ നായിക കാണിച്ചു കൂട്ടുന്നത്. പോട്ടെ, നായകയുടെ കാര്യമൊക്കെ വിട്, വീണ്ടും നമുക്ക് അതിലോട്ട് വരാം. അങ്ങനെ നായകൻ മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് അവന്റെ ഒരു കൂട്ടുകാരൻ പറയുന്നതാണ് ഇങ്ങനൊരു വ്യക്തി ഉണ്ട്, ആളെടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ധ്യാൻ ശ്രീനിവാസനും അവന്റെ ഫ്രണ്ട്സുകളെല്ലാവരും കൂടിയിട്ട് ആ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ഒരു വ്യക്തിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ രഞ്ജിത്തേട്ടനാണ് സംവിധായകൻ. അങ്ങനെ അദ്ദേഹം ഒരു പോംവഴി പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഒരു 3 ആളെ രക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് അതായത് ഈ പെൺകൊച്ചിന്റെ ആയുസ് കുറച്ച് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് നായകനോട് പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ട നായകൻ ആരെയാണ് ഞാൻ രക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്നുണ്ട്. അപ്പൊ നായകന് കിട്ടുന്ന ഒരു ചാൻസ് ആണല്ലോ, ഒരു 3 ആളെ രക്ഷിച്ചു കഴിഞ്ഞാൽ നായിക കഥാപാത്രത്തെ നമുക്ക് ഒരു ആയുസ് കൂടുതൽ കിട്ടുമല്ലോ. അപ്പോ അങ്ങനെ നായകനും എടുത്ത് ചാടി ആളെ രക്ഷിക്കാൻ നോക്കുന്നത്. പക്ഷെ ഈ നായകന് എന്താണെന്ന് വെച്ചാൽ ആ ചാടിയ ആളാണ് നായകനെ രക്ഷിക്കുന്നത്. അങ്ങനെ അത് അവിടെ ഫ്ലോപ്പായി. അങ്ങനെ ആ രക്ഷാപ്രവർത്തനം അവിടെ കഴിഞ്ഞു. അതിനുശേഷം ഇദ്ദേഹം ഒരു ഫാർമസിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ മരുന്ന് കൊണ്ടുകൊടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഡോക്ടറിന്റെ കാമുകൻ കൊല്ലാൻ വേണ്ടി വരുന്ന ഒരു സീനാണ്. അങ്ങനെ കൊല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നു. പക്ഷെ ആ ഡോക്ടർ മരിച്ചു പോകുന്നു. അപ്പൊ അങ്ങനെ അതും ഫ്ലോപ്പായി പോയി. അങ്ങനെ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആശാന് എന്താ പറയാ ഒരു ചായ ഒക്കെ കുടിച്ചാലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിനെ ഒരുപാട് ആൾക്കാർ വന്ന് ആക്രമിക്കുന്ന ഒരു സീൻ വരുന്നുണ്ട്. അങ്ങനെ നായക കഥാപാത്രമായി നമ്മൾ ധ്യാൻ ശ്രീനിവാസൻ അവരെയൊക്കെ ഇടിച്ച് പാകമാക്കിയിട്ട് ഈ അടി കൊണ്ട വ്യക്തിയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്തി. അപ്പൊ ആ ഒരു പേരിൽ കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ രഞ്ജി പണിക്കറിന്റെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ. ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രിയാണ്. അദ്ദേഹം MLA ആണ്. അങ്ങനെ അദ്ദേഹം വന്നിട്ട് പോലീസുകാരനെ കുറെ വഴക്കൊക്കെ പറഞ്ഞ് ഭയങ്കര ഗംഭീരമായിട്ടുള്ള 4 ഡയലോഗ് അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു സീനിൽ കഴിഞ്ഞാൽ പിന്നെ ആളെ കാണാനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആശാൻ പുറത്തോട്ട് ഇറങ്ങുന്നത് ഇനി ആരെ രക്ഷിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഇരിക്കുന്ന സമയത്താണ് ഇവൻ ഇങ്ങനെ ഒരു ബൈക്കേറ്റ് പോവുമായിരുന്നു. അങ്ങനെ ബൈക്കേറ്റ് പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു. ആ ആക്സിഡന്റിൽ നിന്ന് രണ്ടാളെ രക്ഷിക്കും. അങ്ങനെ 3 ആളെ രക്ഷിച്ചു. സീക്രട്ട് മനസ്സിലാക്കണം കേട്ടോ. ഈ സിനിമയുടെ സീക്രട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക്. അത് നിങ്ങൾക്ക് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അങ്ങനെ ഈ പറഞ്ഞ ഒരു 2 ആളോടെയും രക്ഷിച്ചപ്പോൾ ഏകദേശം 3 ആളെ ഇവൻ രക്ഷിച്ചു. ഇനി നായികക്ക് ആയുസ് കൂടുതൽ കിട്ടും. അങ്ങനെ നമ്മുടെ രഞ്ജിത്തിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ 3 ആളെ രക്ഷിച്ചു കഴിഞ്ഞല്ലോ, ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന് ഒരു കോൾ വരും.
അങ്ങനെ ഇവനെ ഫ്രണ്ട്സുകളൊക്കെ പേടിച്ച് ഓടുകയാണ്. ഫുൾ പേടിയാണ്, ഞാൻ പറഞ്ഞില്ലേ, തുടക്കം മുതൽ അവസാനം വരെ പേടി അല്ലാതെ വേറൊന്നും സിനിമയിലില്ല. എന്ത് കാര്യത്തിൽ പേടിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഇവരെല്ലാരും കൂടി ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ ഐസിയുടെ മുന്നിൽ ഇവന്റെ ഫാമിലിയും ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫാമിലിയും ഒക്കെ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നു. ഇവനും ആകെ ഭയങ്കര ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു കേടുപാടും കൂടാതെ ICUവിൽ നിന്നും നമ്മുടെ നായിക പുറത്തോട്ട് വരുന്നു. നായിക പുറത്തോട്ട് വന്നിട്ട് ഇവനെ കാണുന്നു, ഇവന്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ പെങ്കൊച്ചി ICUവിലായി എന്നുള്ളത് അപ്പൊ തന്നെ കാണിക്കൂട്ടോ. ഇവൾ ഒരു ബൈക്കേറ്റ് വരുന്ന സമയത്ത് വേറൊരു വണ്ടി ഓവർടേക്ക് തന്നിട്ട് ഇവൾ ഇടിച്ച് തെറിച്ച് പോകുന്ന സീനൊക്കെ കാണണം. തെറിച്ച് പോയി കണ്ട് വിചാരിക്കും തീർന്ന്, നായിക കഥാപാത്രം തീർന്നെന്ന് വിചാരിക്കും. പക്ഷെ നായിക കഥാപാത്രം തീരുന്നില്ല. നായിക കഥാപാത്രം തെറിച്ച് വീണ് താഴെ വീഴുന്നത് ഒരു ലോറി വരുന്നുണ്ട്. ആ ലോറിയിൽ നമ്മളെ ബെഡൊക്കെ ഇല്ലേ, കുറെ ബെഡുകൾ ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ള ബെഡ്, അതിലോട്ടാണ് നായിക കഥാപാത്രം വന്ന് വീഴുന്നത്. അപ്പോ ആ വണ്ടിയുടെ പേര് മിഥുൻ എന്നാണ്. അപ്പൊ ഇതിലെ നായക കഥാപാത്രത്തിന്റെ പേരും മിഥുൻ എന്നാണ്. അങ്ങനെ മിഥുനാണ് ഇവളെ രക്ഷിക്കുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പലർക്കും തോന്നുന്നു അതിനൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, പെണ്ണ് അവിടെ വീണ് ചത്തു പോവുകയാണെങ്കിൽ അത്ര നല്ലതായിരുന്നു എന്നുള്ള രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ഒരു നായികയായിരുന്നു. അപ്പോ അങ്ങനെയൊക്കെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇതിനിടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സീക്രട്ടും കാര്യങ്ങളൊക്കെ ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയിൽ ഓവറോൾ ഉണ്ടായത്. അപ്പോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.